ഈ ഒരു ട്രെയിലറിൽ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് നമ്മുടെ സുരാജിക്ക കുറച്ച് സീരിയസ് റോൾസ് ചെയ്തുകൊണ്ടിരുന്നത്. ഷർഫിക്കാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ എല്ലാം മനസ്സിലാ പെണ്ണും പോയി കിളിയും പോയി. ഓവർ തിങ്കിങ് ഉസ്താദ്. അതായത് ഇപ്പൊ നമ്മളൊരു സജഷൻ പറയുമ്പോഴത്തേക്ക് ഇനി സന്ദേശം എന്ന ചിത്രത്തിൽ ഏത് പാനി വേണം എന്നാണ് ചോട്ട മുംബൈയിൽ തല പെണ്ണ് കാണാൻ പോകുമ്പോൾ അടിക്കുന്ന ബ്രാൻഡ് ഏതാണ്? എനിക്കറിയായിരുന്നു, അത് സന്ദീപിനെ അറിയായിരിക്കുന്ന എനിക്കറിയായിരുന്നു. എന്റെ മനസ്സ് പറഞ്ഞു. തെങ്കാശി പട്ടണത്തിലെ KD & കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം തമിഴ്നാട്. തെങ്കാശി കറക്റ്റ് സ്ഥലം പറയാം. തെങ്കാശി എവിടെ? കുറച്ച് തള്ളി സ്റ്റാറാണ്. കുറച്ച് മസാലക്കാരും. രഞ്ജനെ ഏറ്റവും കൂടുതൽ സംസാരിച്ച് ശല്യപ്പെടുത്തുന്ന ആളാരാണ്? സംസാരിക്കാറില്ല. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. പടക്കളം മൂവി പ്രമോഷന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അരുൺ പ്രദീപ്, നിരഞ്ജന, അരുൺ അജികുമാർ, സാഫ് ബോയ് ആൻഡ് സന്ദീപ്. എല്ലാവരുടെയും പേര് കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞേ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ പറയില്ലേ, എനിക്ക് എല്ലാവരുടെ പേര് അറിയാം. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നിങ്ങൾ പഠിച്ചിട്ട് വന്ന പോലെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ തലയാട്ടണം, ഇങ്ങനെ തന്നെ പറയണതൊക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, സോ ഈ പടക്കളം മൂവി എന്ന് പറയുമ്പോൾ പടക്കളം എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വാറ്, അടി, ഇടി, അങ്ങനെ ഫുൾ പ്രശ്നമാണ് നമുക്ക് ഓർമ്മ വരാറ്. അങ്ങനെ തന്നെയാണോ ഈ പടക്കളം മൂവി? ശരിക്കും ഫുൾ പ്രശ്നമാണോ ഈ മൂവിയിൽ? പ്രശ്നങ്ങളുണ്ടല്ലേ? ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഈ ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ആ ട്രെയിലറിന്റെ കോമന്റ്സിൽ തന്നെ ഉണ്ട്. ഒരുപാട് പേര് അത് ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ എനിക്ക് ആക്ച്വലി അത് മാജിക് ആണോ, ഒരു ഫാസിനേഷൻ ആണോ, എന്താ ഒരു ഫാന്റസി വേൾഡ് ആണോ, അതോ കൂടോത്രമാണോ, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻസ് ആണ് എല്ലാവർക്കും. ശരിക്കും ഇതിൻ്റെ അകത്ത് എന്താണ്? നിരഞ്ജന ആക്ച്വലി ഒരു പാവം കുട്ടിയാണ് എല്ലാ മൂവിലും. ഇതിൽ നിരഞ്ജന എനിക്ക് സംശയമുണ്ട്. അല്ലല്ല, ഇത് പടക്കളം ഈ പറഞ്ഞതുപോലെ വോറോ അങ്ങനെ പ്രശ്നങ്ങളോ നമ്മുടെ ഡയറക്ടർ മനു നേരത്തെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അത് വോറോ അങ്ങനത്തെ പ്രശ്നങ്ങളോ അല്ല. ഇറ്റ്സ് ബേസിക്കലി ഒരു ബോർഡ് ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല, പക്ഷെ ഒരു ഗെയിമിന് റെലവൻസ് കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ്. അതാണ് അതിന്റെ എലമെന്റൽ. ഇപ്പൊ ഒരു ഗ്യാങ്ങിന്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. ലൈക്ക് നിങ്ങൾ എല്ലാവരും എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു കോളേജ് വൈബിലൊക്കെ. ഇപ്പൊ എല്ലാ കോളേജ് വൈബിലും ഒരാളുണ്ടാവുമല്ലോ നമ്മളുടെ ഫ്രണ്ട്സിനെയൊക്കെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾക്കൊരു സംശയം ഉണ്ടാവും, എന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നത്. എനിക്ക് സന്ദീപിനെയാണ് ആ കാര്യത്തിൽ സംശയം. സന്ദീപാണ് ഇവരെല്ലാരും വെറുതെ ഇരിക്കുന്ന ഇവരെ ഓരോന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണോ? സിനിമയിലെ ക്യാരക്ടർ അല്ല, ശരിക്കുള്ള ക്യാരക്ടർ അങ്ങനെയാണോ? അല്ല, ശരിക്കും ഇങ്ങനെയാണോ? അല്ല, രണ്ടിലും അങ്ങനെയല്ല. ഓക്കെ, അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടർ നമ്മുടെ സാഫ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. കുറച്ചും കൂടെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും നമ്മുടെ ഇടയിൽ കൊണ്ടുവന്ന് തരികയും ചെയ്യുന്ന ക്യാരക്ടർ സാഫ് ചെയ്യുന്ന കണ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ, നമ്മൾ അതിന്റെ ഇരകളാണ്. എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഇരകളാണല്ലേ? സാഫ് ഭയങ്കര പാവമായിട്ടിരിക്കുന്നു. ഞാൻ പാവാണ്. ആണോ? ഞാൻ അങ്ങനെ പ്രശ്നക്കാരനൊന്നുമില്ല. ഓക്കെ, അപ്പം ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി കൂടുമ്പോഴാണെങ്കിലും ഇപ്പം സെറ്റിലാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു മൂവി വരുമ്പോ തന്നെ എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേക ജോണറാണ്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ജോണർ അല്ല അല്ലെ? ഇങ്ങനത്തെ മൂവീസ് ഒക്കെ ഇടയ്ക്കേ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ട്രെയിലറിൽ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് നമ്മുടെ സുരാജിക്ക കുറച്ച് സീരിയസ് റോൾസ് ചെയ്തുകൊണ്ടിരുന്നിട്ട്
സുരാജിക്കല്ല, ഷറഫിക്കാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ അല്ല മച്ചള അല്ല അത് കറക്റ്റാണ്. സുരാജേട്ട കാണല്ലേ. അത് മനുഷ്യരുടെ വിളിക്കുന്ന ഒരു പേരാണ്. ബ്രദർ എന്നാണ് നമുക്ക് ആരെയും അങ്ങനെ വിളിക്കാം. അതെ. താങ്ക്സ് ഏട്ടാ. ഇക്ക നമ്മുടെ നാട്ടിൽ ഇക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രദറാണ്. അല്ല മനുഷ്യരുടെ ഇതുപോലെ ഷർഫിക്കാനും സുരാജിനും കൂടെ സ്വരാജിക്ക. അത്രയൊന്നും ഞാൻ പോയില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ച സുരാജേട്ടൻ എന്ത് കുഴപ്പമില്ല. ഓക്കെ. എന്ന് വെച്ചാൽ സുരാജേട്ടൻ കുറെ നാളായിട്ട് കുറച്ച് സീരിയസ് റോൾസ് ആയിരുന്നു. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഒരു കോമഡി റോള് വരാൻ വേണ്ടിയിട്ട്. അപ്പം സുരാജേട്ടന്റെ, എനിക്കിപ്പോഴും സുരാജിക്കാന്ന് തന്നെ മൈൻഡിൽ വരുന്നത്. അപ്പം സുരാജേട്ടന്റെ നല്ലൊരു ക്യാരക്ടർ തന്നെ ആയിരിക്കും അല്ലേ ഇതില്. പഴയ ഒരു ഷെയ്ഡൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. ആണ് പഴയ ഷെയ്ഡ് ഇൻ ദ സെൻസ് ആ ഒരു ഹ്യൂമർ, ഫുൾ കോമിക്കൽ, ഭയങ്കര ഫൺ. അതാണല്ലേ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു ആളുകളൊക്കെ ഇത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് സുരാജ് ഏട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ കണ്ട ആ ഒരു വൈബ് ഉണ്ട്. അതൊന്നൊക്കെ ഇപ്പൊ മാറിയ ആള് കുറച്ച് സീരിയസ് റോൾസ് ഒക്കെ ചെയ്തിട്ട് ഈ മൂവിയിലായിരിക്കും പിന്നെയും നമ്മളിനി കാണാൻ പോകുന്നത് അല്ലേ. അതുപോലെ തന്നെ ഷറഫിക്ക, കറക്റ്റ് അല്ലേ? ഷറഫിക്ക ആണെങ്കിലും ഒരു പ്രത്യേക തരം ഒരു മൂഡാണ് കാണിക്കുന്നത്. ആളുടെ ഒരു സൈക്കിക് ലെവലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണോ? അത് കണ്ടറിയേണ്ടി വരും. അല്ല ബേസിക്കലി പടത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പടത്തിൽ എന്താ നടക്കണേന്ന് നമ്മൾ ക്യാരക്ടേഴ്സിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്തൊക്കെയാണ് ഇവിടെ നടക്കണെന്നുള്ളത്. ആ ഒരു കൺഫ്യൂഷൻ ഓഡിയൻസിനും കിട്ടേണ്ടതാണ്. അതാണ് ബേസിക്കലി പടം. സംശയങ്ങളൊക്കെ തോന്നുന്നത് ക്ലാരിഫൈ ആവുന്ന നമ്മൾ പറയുന്നതിലും കൂടുതൽ സിനിമയിൽ കാണുന്നതായിരിക്കും നല്ലതല്ലേ. എനിക്ക് തോന്നുന്നത് അത് എല്ലാവർക്കും ഇതുപോലത്തെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്, കൺഫ്യൂഷൻസ് കുറെ ഉണ്ടാവും. അപ്പൊ അത് സിനിമ കണ്ട് ഗ്രാജുവലായിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം എനിക്കറിയാം നിങ്ങളെല്ലാവരും ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു. പടത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റില്ലാത്ത ഒരു കൈൻഡ് ഓഫ് ഇതായതുകൊണ്ട് നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് കിടക്കാം. ഈ സെഗ്മെന്റിന്റെ പേര് കൗതുകം ലേശം കൂടുതലാണ്. ഓക്കെ. അപ്പം ഈ സെഗ്മെന്റിൽ ഞാൻ കുറച്ച് മൂവീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാം. പക്ഷെ കൂടുതൽ ആൻസർ പറയുന്നവർക്ക് എൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഉറപ്പായിട്ടും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാജമാണിക്യം എന്ന ചിത്രത്തിലെ മമ്മൂക്കിയുടെ ബെൻസിന്റെ നിറം ആരെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. ഓക്കെ, അരുൺ 1 മാർക്ക്. സ്ഫടികം എന്ന ചിത്രത്തിലെ ലാലേട്ടന്റെ ലോറിയുടെ ആദ്യത്തെ പേര് എന്താണ്? മൂവീസ് കാണാറില്ല? തമ്പാൻ. മല കുട്ടിയുടെ പേര് മല. ആളെ ഇരുത്തിയാലോ ഇവിടെ? പറഞ്ഞു. അല്ല, റോങ് ആൻസർ. ഉറപ്പായിട്ടും ആർക്കും അറിയില്ല. അല്ല അല്ല ഒച്ചയിൽ പറഞ്ഞു. തെമ്മാടിയാ? അതേത് പടം? മേരി ദാസൻ എന്നായിരുന്നു ഫസ്റ്റ് ഇതിന്റെ പേര്. മേരി ദാസൻ. അത് ഇന്ന് പോയിട്ട് എല്ലാവരും ഒന്ന് സ്ഫടികം ഒന്നുകൂടി കണ്ടാൽ മതി. ഞാൻ ഇന്നലെ കണ്ടിട്ട് പഠിച്ചിട്ട് പറഞ്ഞതാ. ഓക്കെ, നെക്സ്റ്റ് വൺ. ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിലെ ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്? അരുൺമാര് രണ്ടുപേരും കൊള്ളാലോ. ഓക്കെ. ഇനി പട്ടണ പ്രവേശത്തിൽ KPSC ലളിതയുടെ വീട്ടിൽ എന്ത് നന്നാക്കാനാണ് ലാലേട്ടൻ? ഞാൻ പറഞ്ഞു ഫസ്റ്റ്. ഇനി തിളക്കം എന്ന ചിത്രത്തിൽ ബിന്ദു പണിക്കർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്? ഈ സൈഡിൽ തീരെ ആൾക്കാർക്ക് പറയണമെന്നേ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇനി നിങ്ങളും വേണ്ടോ? ഇവര് പറയുന്നു. ഇവര് രണ്ടുപേരും പറയും. സോറി. എന്ന് 2 പ്രൈസ് കൊടുത്താൽ 2 സെഗ്മെന്റ് ആക്കാം. ഓക്കെ. ഇനി മിഥുനം എന്ന ചിത്രത്തിൽ ലാലേട്ടനും ശ്രീനിവാസനും ഉർവശിയെ കടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണ്? അങ്ങ് തട്ടി കയറി പറഞ്ഞ് ഇനി പറഞ്ഞാൽ മതി. തെങ്കാശി പട്ടണത്തിലെ KD & കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? തമിഴ്നാട്. തെറ്റിപ്പോയി. തെങ്കാശി കറക്റ്റ്. തെങ്കാശി കറക്റ്റ് സ്ഥലം പറയാം. തെങ്കാശി എവിടെ? അതില് കാര്യമില്ല, കറക്റ്റ് സ്ഥലം പറയണം അല്ലേ? ഇനി 1/2 മാർക്ക് തരാം. ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹിറ്റ്ലർ മാധവൻകുട്ടിക്ക് എത്ര സഹോദരന്മാരുണ്ട്? അപ്പൊ അത് സിമ്പിൾ ആയിപ്പോയി. സഹോദരിമാരുണ്ട്, സോറി. എത്ര സഹോദരിമാരുണ്ട്? 8. 9. 5 അല്ലേ? 5. ഒരു പോയിന്റ് കിട്ടുക. 1 പോയിന്റ് കിട്ടിയവർക്ക് സമ്മാനം ഇല്ല കേട്ടോ. ഇനി മീശ മാധവനിൽ പിള്ളേച്ചൻ അറിയാതെ തോട്ടത്തിലെ എന്ത് സാധനമാണ് മാധവൻ വിൽക്കുന്നത്?
കേറി കേറി വരുന്നുണ്ട് ട്ടോ. മീനത്തിൽ താലികെട്ട് എന്ന സിനിമയിലെ ദിലീപ് ചെയ്ത കഥാപാത്രത്തിന്റെ ഇരട്ട പേര്. മുത്താപ്പ. ഓമനക്കുട്ടി. മൂത്താപ്പ. ഇന്ന് പോയിട്ട് ഈ സിനിമയൊക്കെ ഒന്നുകൂടി ആദ്യം തൊട്ട് കണ്ടാൽ മതി. ഓക്കെ, മൂത്താപ്പയാണ്. ഇനി കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ മോഹൻലാൽ ആദ്യം എന്ത് കച്ചവടമായാണ് സൗന്ദര്യയെ കാണാൻ പോകുന്നത്? ഈത്തപ്പഴം. മാങ്ങ. ഈത്തപ്പഴം. 4 പോയിന്റ് ആയിട്ടോ എനിക്ക്. ഇനി 3 ക്വസ്റ്റ്യൻ കൂടി ഉള്ളേ. മനസ്സിനക്കരെ, ഇവിടെ ശ്രദ്ധിക്കൂ കുട്ടികളെ, മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ ജയറാമിന്റെ കഥാപാത്രത്തിന്റെ ജോലി എന്താണ്? കോഴിക്കട. പക്ഷെ ഇവർക്ക് എല്ലാം അറിയാം, സിനിമ അരച്ചു കളിക്ക് പഠിച്ചേക്കാണ് കേട്ടോ. എനിക്ക് 3 points. 4. ഓക്കെ, ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. സന്ദേശം എന്ന ചിത്രത്തിൽ ഏത് പാനി വേണം എന്നാണ് ആര് പറഞ്ഞ? മനു. 4. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ടൈറ്റ് ആണ്. നിങ്ങൾ രണ്ടിലും ആരാന്ന് വെച്ചാ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് സെഗ്മെന്റിലും ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ സന്ദീപിനോട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി സന്ദീപ് പറയണം ഈ ക്വസ്റ്റ്യൻ. ചോട്ട മുംബൈയിൽ തല പെണ്ണ് കാണാൻ പോകുമ്പോൾ അടിക്കുന്ന ബ്രാൻഡ് ഏതാണ്? ടസ്കർ. എനിക്ക് അറിയായിരുന്നു, അത് സന്ദീപിനെ അറിയാതിരിക്കുന്ന എനിക്ക് അറിയായിരുന്നു, എന്റെ മനസ്സ് പറഞ്ഞു. ഞാൻ ഇവരെ ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അതെ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൗതുകത്തോട് വന്നു. ഞാൻ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സൂത്രധാരൻ എന്ന സിനിമയിൽ സലീം കുമാർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരുകൾ? ഒരെണ്ണം കൂടി. രണ്ടും അടുത്തെടുത്താ. ലീലാകൃഷ്ണൻ പിന്നെ കൃഷ്ണൻ ലീല. അല്ല, നാട്ടിലെ പേര് ഇവര് this is wrong. കള്ളക്കളി കളിക്കരുത്. ലീലാമണി. അതെവിടുന്ന് കിട്ടിയത്? അത് ഇവർക്ക് ഇതിന് 0 മാർക്ക്. ഇത് ഫൗളാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്. ലേലം എന്ന ചിത്രത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചന്റെ അപ്പന്റെ തൊഴിൽ എന്താണ്? മരം. ഇനി ആ ഒരു ഡയലോഗ്, മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. അത് തന്നെ. കൊള്ളാം. നിങ്ങൾ മാർക്ക് ചെയ്തുന്നുണ്ടല്ലോ അല്ലേ? ശരിക്കും സമ്മാനം ഉണ്ട് കേട്ടോ, ശരിക്കും ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ ഓണത്തിന് ആരുടെ കൈ അറുത്തപ്പോൾ കട്ടച്ചോര മിന്നാരം എന്ന ചിത്രത്തിലെ ശോഭനയുടെ കുഞ്ഞിന്റെ പേരെന്താണ്? അതാരാ ആദ്യം പറഞ്ഞേ? കുഞ്ഞമ്മയോ? ഇതാണ് കുഞ്ഞമ്മ. ഓക്കെ, ഇല്ല, അതൊന്നും പറയാത്തോണ്ടല്ലോ. ഇതിപ്പോ തീരും. CID മൂസ എന്ന ചിത്രത്തിൽ ഏത് ഹോസ്പിറ്റലിലാണ് ബോംബ് വെക്കുന്നത്? ഇനി സമയം കളയണ്ട, ഇവര് ജയിച്ചു. ഓക്കെ, സെറ്റ്. അല്ല, ഗിഫ്റ്റ് ലാസ്റ്റ് നമ്മളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പയ്യെ തരും. വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് എല്ലാം ഇനിയിപ്പോ അതെ അങ്ങനെ തരുള്ളൂ. ഇനി ഞാൻ എല്ലാരും ചോദിക്കുന്ന ഒരു ക്ലീഷേ ചോദ്യം, അത് ഞാൻ ചോദിക്കില്ല. എന്നാലും ഞാൻ ആ രീതിയിലുള്ള വേറെ രീതിയിൽ ചോദിക്കും. ഐ മീൻ ഇപ്പം നിങ്ങൾ എല്ലാവരും ആണെങ്കിലും, നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും യൂത്ത് ഐക്കൺസ് ആണ്. ഇപ്പൊ കുറെ പേര് കോമന്റ് സെഷനിലാണെങ്കിലും ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി വളർന്നു വരുന്ന ഒരു തലമുറയിൽ കാണാൻ പറ്റുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളാണ് നിങ്ങളെല്ലാവരും. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് തന്നെ ഉണ്ടോ? ഓക്കെ, ഞാൻ വലുതായി സെറ്റ് ആവും എന്നുള്ളത്? അല്ല, എന്ത് തോന്നുന്നു? പറയാൻ പറ്റില്ല. അത് ഇപ്പം ഡബിന്റെ സമയത്തൊക്കെ കണ്ട് ഞങ്ങളൊന്ന് സാച്ചുറേറ്റഡ് ആയത്, ജഡ്ജ്മെന്റ് കിട്ടുന്നില്ല. ആണ്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ. പക്ഷെ ഇത് നല്ലതല്ലേ, ഇത്രയും ചെറിയ പ്രായത്തില് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. സാഫ് ബോയുടെ മറ്റേ താത്താമാരുടെ ആ ഒരു സംഭവിക്കില്ലേ, താത്താമാരെ അങ്ങോട്ട് പരദൂഷണം പറയുന്നൊക്കെ, അതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ പിന്നെ ഒരു ഫിലിമിലേക്ക് വരാന്ന് പറഞ്ഞത് ഒരു വലിയ ചേഞ്ച് തന്നെ അല്ലായിരുന്നോ? അപ്പം അതെന്ത് തോന്നുന്നു? ഞാൻ ഇത്രയും കേട്ടൊരു ചോദ്യം വേറില്ല. ഇതെല്ലാം എല്ലാവരും ചോദിക്കാറ്. എന്നാ വേറെന്തെങ്കിലും ചോദിക്കും. നീ അങ്ങോട്ട് ചോദിക്കും. വേറെന്തെങ്കിലും ചോദിക്കാണ്ടോ? എന്നോട് ചോദിക്കാറില്ല. അല്ല, വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്നാമത് മറ്റേ നമ്മൾ പണിയെടുക്കണം, കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇവിടെ നമുക്ക് സ്പെസിഫിക് ജോലി ഉണ്ട്, ആക്ടിങ് എന്നുള്ളത്. അത് മാത്രം ചെയ്താൽ മതി. ഡബിംഗ് ഒക്കെ നിങ്ങൾ തന്നെയായിരുന്നു ചെയ്തത്? ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു സെഗ്മെന്റിലേക്ക് കൂടി പോയിട്ട് ഞാൻ പറഞ്ഞു വിടാം. ഓക്കെ, പടക്കളം എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ഇപ്പം ഈ സെഗ്മെന്റിൽ നിങ്ങൾ എല്ലാവരും കൂടി
എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആരാണ് കൂടുതൽ ചെയ്യുന്നത്, നമ്മൾ ഈ റീൽസിലൊക്കെ കാണാറില്ലേ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, ഏറ്റവും കൂടുതൽ അങ്ങനെ. അപ്പൊ നിങ്ങൾ കൈ ചൂണ്ടി കാണിക്കണം നിങ്ങൾ ആരാണെന്നുള്ളത്. ഓക്കെ, അതില് ഓവർ തിങ്കിങ് ഉസ്താദ്. സന്ദീപ്. സന്ദീപ്. ഓ എല്ലാരും ഒരുമിച്ച് പറയുന്നത് കാരണം എനിക്ക് ഇപ്പൊ അറിയാം. തോപ്പിക്കാൻ വേറെ ആരുമില്ല. അതെനിക്ക് പറയണം, എന്താ കാര്യം എനിക്ക് പറയണം. എന്താ അങ്ങനെ? സന്ദീപ് അല്ല തോന്നില്ല. രണ്ട് ചോയ്സ് എന്തെങ്കിലും സാധനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എല്ലാ സൈഡിൽ നിന്നും ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഭയങ്കര അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഭയങ്കര ഹൈ ആണ്. ആണോ? എല്ലാ കുഞ്ഞു സ്കെപ്റ്റിക്കൽ, എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്കെപ്റ്റിക്കൽ. ഏത് ചൂസ് ചെയ്യണം എന്ന് ഉള്ളത് ആണല്ലേ? ഓപ്ഷൻസ് എന്ത് കാര്യത്തിലും കൊടുത്തു കഴിഞ്ഞാൽ ആണോ സന്ദീപ്? അങ്ങനെയാണോ? ഭയങ്കരമായിട്ട് അതിനെ കുറിച്ച് പഠിച്ച് ടെൻഷനായി ആകെ ഇടങ്ങാറാക്കും. ആണല്ലേ? ഇപ്പൊ ഷൂട്ടിലാണോ ഇങ്ങനെ അതോ ഇപ്പോഴും ഇങ്ങനെയാണോ? അല്ല സിനിമയുടെ ഭാഗമായി തുടക്കക്കാരനാണ്. അല്ല പക്ഷെ കൂടുതൽ ശ്രദ്ധ ഞാൻ വിചാരിച്ചത് ഈ ഷൂട്ടിൽ മാത്രമാണ്. ഞങ്ങളൊന്ന് അബുദാബി പോയി ഞങ്ങൾ രണ്ടുപേരും എന്നിട്ട് കോൾ പ്ലേ കാണാന്. ഓക്കെ, ഇവിടെ നിന്ന് കേരളം മൊമെന്റ് വിട്ട് അവന് തിരിച്ചിങ്ങോട്ട് വരണവരെ ടെൻഷനായിരുന്നു എന്തിന്? എല്ലാ കാര്യത്തിലും. അതായത് ഭയങ്കര ഇപ്പൊ ഞാൻ ഒരു ടെൻഷനും അല്ല. ഞാൻ പറയാം, നമ്മള് ആദ്യമായിട്ട് എയർപോർട്ടിൽ പോവാ. അവിടെ ചെന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു 10:30-ക്കാണ് ഈ നമ്മള് അകത്തിനട പറയണ ബോർഡിങ്ങിന് വേണ്ടി സമയം വെച്ചേക്കുന്നത്. അപ്പോ ഇവൻ പറഞ്ഞു എടാ 10:30-ക്കല്ലേ സമയമുണ്ട്, 10:15 തന്നാ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ 9:45 എടാ 9:45 10:30-ക്ക് പോകണം, അപ്പൊ 10 മണിയായി 10 ഇല്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ ഒന്ന് അവിടെ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞു പോയി. എന്നാ ഞാനും വരാന്ന് പറഞ്ഞു. അവിടെ പോയപ്പോഴേക്കും അവിടെ ഫുൾ പാനിക് സിറ്റുവേഷൻ. സന്ദീപ് സാഫ് എയർ ഹോസ്റ്റസ്. അതെ നിങ്ങളത് എവിടെ പോയി എന്നിട്ട് ഓവർ തിങ്കിങ് പറയുന്നത്. അല്ല പിന്നീട് എനിക്ക് മനസ്സിലായത് ഓവർ തിങ്കിങ് അല്ല, അത് എന്റെ പ്രശ്നമായിരുന്നു. അത് പറയാൻ സമയക്കട്ടെ. നിങ്ങളായിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾ നശിപ്പിച്ചു. ഓ എയർ ഹോസ്റ്റസിന്റെ അടുത്തത് ചീത്തവിളി കേട്ടല്ലോ. ആ ഇവന്റെ കൂടെയാണ് ഞാൻ അബുദാബി വരെ പോണത്. അപ്പൊ ഇച്ചിരി ടെൻഷൻ ഉണ്ടാവും. എന്ത് 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 ഫസ്റ്റ് ഇംപ്രഷൻ അപ്പൊ പിന്നെ അതിലെനിക്ക് സന്ദീപിനെ കുറ്റം പറയാൻ പറ്റില്ല. കുറച്ച് അതൊന്ന് എന്നാ വേറെ പറ, ഒരെണ്ണം കൂടി പറ. പക്ഷെ ഇതിൽ ഞാൻ സന്ദീപിന്റെ കൂടെ. ഇവൻ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഞാനപ്പോ ശ്രദ്ധിക്കണ്ടേ കുട്ടി? ഓ പിന്നെ വേണ്ടേ ചേട്ടാ. ഒക്കെ പോട്ടെ. കോൾ പ്ലേ കോൺസേർട്ട് തുടങ്ങുന്നത് 8 മണിക്കാണ്. രാവിലെ തൊട്ട് ബഹളം, പോവാ 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 പോവാന്ന് പറഞ്ഞിട്ട് കറക്റ്റ് സമയത്ത് എത്തിയല്ലോ. പക്ഷെ ഒരു കറക്റ്റ് സമയത്ത് എത്തിയെന്നാ കുറച്ച് ലേറ്റ് ആയി. പക്ഷെ എത്ര ലേറ്റ് ആയി? കോൾപ്ലേ ആണ് ഇവിടെ നിന്ന് അപ്പട്ടം വരെ പോയത്. എന്നിട്ട് ആ പ്രോഗ്രാം 3/4 മണിക്കൂർ ലേറ്റ് ആയി കയറിയിട്ട് പിന്നെ എന്ത് കാര്യം? പ്രശ്നക്കാരൻ ഇതിൽ ആരാണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യം. അടുത്ത ആവശ്യം ഉണ്ടാവും. അടുത്ത ചോദ്യം, ഓവർ പെർഫെക്ഷണലിസ്റ്റ് ആരാണ്? ഓവർ പ്രൊഫഷണലിസ്റ്റ്. പെർഫെക്ഷൻ, എല്ലാത്തിനും പെർഫെക്ഷൻ വേണം പെർഫെക്ഷൻ വേണം എന്ന് വെച്ചാൽ പ്രാന്ത് പിടിച്ചെടുക്കുന്നത്. നമ്മുടെ ഡയറക്ടർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മനു ആണ് എങ്ങനെ എല്ലാത്തിനും മനു എല്ലാത്തിനും ഭയങ്കര കൃത്യമായ ധാരണയുള്ള, ലൈഫിലും സിനിമയിലും എല്ലാത്തിനും ഇത്രയും ധാരണയുള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. എല്ലാരും എനിക്കൊന്നും എല്ലാരും അഗ്രി ആയിരിക്കും. സാധനങ്ങളൊക്കെ വെച്ചാ അവിടെ ഇരിക്കണം, നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ. അപ്പൊ ആക്ടിങ്ങിന്റെ കാര്യത്തിലും നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും നല്ല വിഷൻ ഉണ്ടായിരുന്നു മനുവിന്. കൃത്യമായ പുള്ളി ഇവിടെ ഇരുന്നിട്ട് 5 മിനിറ്റ് ചിന്തിച്ചിട്ട് അതിനുള്ള ഉത്തരം തരൂ. അതായത് ഇപ്പൊ നമ്മളൊരു സജഷൻ പറയുമ്പോഴത്തെ ഇങ്ങനെ അത്രയും സമയമുണ്ട് ത്രൂ ഔട്ട് ഫുൾ സിനിമ ആലോചിക്കും. ഇത് ഈ സാധനം ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമയുടെ സ്റ്റോറിയുടെ ലൈനിന്റെ പ്രോഗ്രഷൻ എന്തെങ്കിലും ജഡ്ജ് ചെയ്തിട്ടാണ്. അപ്പൊ ആൻസർ പറയത്തുള്ളൂ. ഓ അങ്ങനെയുള്ള ആൾക്കാർ കൊള്ളാം. നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ നിങ്ങൾ 5 പേരില് ഇപ്പൊ ഒരു കാര്യം ഇപ്പൊ അഭിനയിച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ഇത് പോരാന്ന് ചിലപ്പോ ഡയറക്ടർ പറയും ഇത് സെറ്റാന്ന്, പക്ഷെ ഇല്ല എന്റെ ശരിയായിട്ടില്ലാന്ന് പറയുന്നത് എല്ലാം സന്ദീപിന്റെ തലക്കാണല്ലോ. സോറി, ഇത് ഞാൻ മനഃപൂർവ്വമല്ല. അല്ലാതെ നല്ല ക്വാളിറ്റി എല്ലാവരും അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണല്ലേ. ഓക്കെ നൈസ്. മറ്റുള്ളവരോട് ഏറ്റവും കൂടുതൽ തള്ളൽ നടത്തുന്ന ആള്, കുറച്ച് തള്ളിസ്റ്റാറാണ്. പക്ഷെ നല്ല സ്റ്റോറി ആണ്. അരുൺ അങ്ങനെയാണോ? എന്റെ കഥ കേൾക്കാൻ ഇവര് സ്ഥിരം വരുന്നു. നല്ല രസമൊക്കെ. അങ്ങനെയൊന്നല്ല, ഞങ്ങൾ ഇരിക്കുന്നിടത്ത് കഥ പറയും. ഇങ്ങോട്ട് വന്ന് പറയല്ലേ? അല്ല എന്നിട്ട് ഞാനൊക്കെ തിരിച്ചു പോയിട്ട് ബാക്കി ചോദിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. തള്ളാണെന്ന് അറിയെങ്കിലും നമ്മൾ ചോദിക്കും. അല്ല മൊത്തം തള്ളാണോന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ചിലര് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോ തള്ളാണെന്ന് പോലും നമുക്ക് മനസ്സിലാവും, നമ്മള് വിശ്വസിച്ചു പോകും. ഭയങ്കര കൊടുത്ത് എൻകറേജ് ചെയ്യും.
സാധനമൊക്കെ ഇട്ട് കൊടുക്കുമ്പോ അങ്ങനെ പറഞ്ഞ ഒരു തള്ളിപ്പോ പറയാൻ പറ്റുമോ? അരുൺ പറഞ്ഞ ഒരു എല്ലാം ഭയങ്കര അത് വലിയ എല്ലാം ഭയങ്കര നമ്മൾ അവിടെ ഇത്തണ വരെ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യും. ഇല്ല ഞങ്ങള് 2 ദിവസം ഫുൾ സ്റ്റോറി എന്റെ പ്രൊഫഷണൽ ലൈഫിൽ നടന്നിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ഒക്കെ പല പറയുന്നത്. ഇൻസിഡൻസ്. ആണല്ലേ, സന്തോഷായില്ലേ? കൊള്ളാം. ഓക്കെ, ഇനി വീട്ടുകാരെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആള്, ലൈക്ക് നമ്മുടെ സെറ്റിലൊക്കെ അത് ഇരിക്കുന്നത് സാഫാണ്. അയ്യടാ ആണ്. എല്ലാവർക്കും മിസ് ചെയ്യില്ല, നിനക്ക് മിസ് അല്ല, സാഫ് കൂടുതലും ഫാമിലി പേഴ്സൺ, ഭയങ്കര ഫാമിലിയായിട്ട് അറ്റാച്ച് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുക. എപ്പോഴും ഫാമിലി ആയിരിക്കും വിളിക്കുക എപ്പോഴും. ആണ് അല്ലാതെ അങ്ങനെ ചെറുപ്പം തൊട്ട് അങ്ങനെയാണ്. അങ്ങനെ ഞാനും അങ്ങനെ. ഓക്കെ ഓക്കെ, ഇനി സെറ്റിൽ ഫുഡ് വരാൻ വൈകിയാൽ ഏറ്റവും കൂടുതൽ ആൻസൈറ്റി വരുന്നത് ആർക്കാണ്? മനു. ആ, ശരിയാണ്. മനു അത് കഴിച്ചാലേ മനു ആയിരുന്നു ഇവിടെ വേണ്ടതല്ലേ? ആണ് ഇത്. ചാർട്ട് പൊളിയില്ലേ മനുവിന്റെ? ഓ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കാൻ അല്ല, ഇങ്ങനെ. ചിട്ടയുണ്ട്. ഭയങ്കര correct ചിട്ട. ആയിട്ടുള്ള അല്ലാതെ ഈ കൂട്ടത്തില് ആണ് ഫുഡി ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഫുഡ് ചെയ്യാണ് നമ്മളെല്ലാരും ദിവസം ഷൂട്ട് കഴിഞ്ഞ് പോകും, പക്ഷെ അതിന് കൃത്യസമയമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇനി നിരഞ്ജനെ ഏറ്റവും കൂടുതൽ സംസാരിച്ച് ശല്യപ്പെടുത്തുന്ന ആൾ ആരാണ് ഇതില്? ഇവരെ ആരും എന്നോട് അധികം സംസാരിക്കാറില്ല. സംസാരിക്കാറില്ല? ടോൺ ശരിയല്ല കേട്ടോ. പറ, ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇല്ല അങ്ങനെ ആരും ഇല്ലേ. നിങ്ങൾ ആരും സംസാരിക്കാതെ വളരെ നല്ല കുട്ടികളാണ്. അങ്ങനെ കൂടുതലൊന്നും സംസാരിക്കില്ല. ആണ് നിങ്ങളൊക്കെ ശരിക്കും ഇൻട്രോവേർട്സ് ആണോ? ഒത്തിരി സംസാരിക്കുമോ? സത്യം പറഞ്ഞ സ്ത്രീകളോട് സംസാരിക്കാൻ അറിയില്ല. അവർക്ക് ശീലമില്ല. അല്ലാതെ ഇവരെല്ലാരും ആക്ച്വലി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പെണ്ണുങ്ങളായിട്ട് അധികം അതാണ് ഇടപഴകാറില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. സന്ദീപ് അങ്ങനെ പറഞ്ഞെന്ന്. അല്ല അങ്ങനെ ഭയങ്കര girls ഒരുപാട് ഇല്ല. മീൻ ഭയങ്കര ഇടപഴകി ശീലമില്ലെന്ന്. ആ, അത് ശരി. സാഫ് ബോയിനെ കാണുമ്പോ അങ്ങനത്തെ ഒരു വൈബ് തോന്നി. എങ്ങനെ? ഐ മീൻ ശീലം ഇല്ലാന്നുള്ള സത്യമായിട്ടില്ല. ചെറുതായിട്ടൊന്ന് പേടിച്ചിങ്ങനെ പറയുന്നത് ഫീൽ ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് ആണ്. ഇതൊരു കഴിഞ്ഞാൽ തീർന്നു. ഒരു ഇന്റർവ്യൂ അപാരത. ഓക്കെ, പടക്കളത്തിന്റെ പ്രമോഷന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നിട്ട് നിങ്ങൾ നേരിട്ട അനുഭവങ്ങൾ ബേസ് ചെയ്ത് ഉത്തരം പറയുക. ഓക്കെ, കുറെ ഇന്റർവ്യൂസ് ഇപ്പൊ ചെയ്തല്ലോ, അപ്പൊ അത് ബേസ് ചെയ്ത്. മോസ്റ്റ് വെറൈറ്റി ക്വസ്റ്റ്യൻ കെയിം ടു യു ഡ്യൂറിങ് ദിസ് ഇന്റർവ്യൂ ഡേ. ഇന്ന് ഇന്റർവ്യൂ ചെയ്തതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ഏതാ? പടക്കള മൂവിനെ പറ്റി എനിക്ക് തോന്നേ കൂടുതലും എല്ലാരും ചോദിക്കുന്നത് ഏറെക്കുറെ സെയിം ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ സെഗ്മെന്റ് കൊള്ളായിരുന്നു. പിന്നെ സുരാജിക്ക കൊള്ളായിരുന്നു. അതെങ്ങനെയാണോ പറയുന്നത്? സുരാജിക്ക ദേമേ സുരാജേട്ടാ, സോറി കേട്ടാ. ഓക്കെ, മോസ്റ്റ് വെറൈറ്റി സെഗ്മെന്റ് യു ഹാവ് അറ്റൻഡ് ഡ്യൂറിങ് ദിസ് ഇന്റർവ്യൂ. എന്റെ പറഞ്ഞ എന്റെ പറഞ്ഞ ഞാനെടുത്ത ഇന്റർവ്യൂ ഇവന്റെ ഞാൻ ഇന്റർവ്യൂ എടുത്തായിരുന്നു. പോസ്റ്റ് ചെയ്തിരുന്നു. ഏറ്റവും വെറൈറ്റി ആണ്. അതിലെന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? വെറൈറ്റി ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല? ഇല്ല, അതിൽ അനുഭവങ്ങളായിരുന്നു നമ്മള് സെറ്റില്. അതാണോ ആദ്യം തന്നെ സന്ധ്യ പറഞ്ഞ അനുഭവങ്ങളൊന്നും ചോദിക്കില്ലേന്ന്? അനുഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് അതില് തീർത്തി, അതുകൊണ്ടല്ലേ? ഓക്കെ, അത് നല്ലായിരുന്നോ? അടിപൊളി ആണല്ലേ? ഓക്കെ, എന്താരും ഒന്നും പറയാത്തതല്ലേ? കുഴപ്പമില്ല. മനുണ്ടേ പറഞ്ഞാലേ നല്ലതായിരുന്നു. ഓക്കെ, ഇനി ദ ബെസ്റ്റ് കൗണ്ടർ യു ഹേർഡ് ഡ്യൂറിങ് ദിസ് ഇന്റർവ്യൂ ഡേ. സുരാജിക്കയുടെ പേര് പറയരുത്, അല്ലാതെ ഒരു കൗണ്ടർ എന്തായിരുന്നു? ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും സംസാരിച്ചപ്പോ എന്തെങ്കിലും കൗണ്ടർ നിങ്ങൾക്ക് ഇടയിൽ കിട്ടുക? എന്തെങ്കിലും ഇവൻ എന്തൊരു സാധനം പറഞ്ഞായിരുന്നു അപ്പൊ ഫണ്ണായിരുന്നു, ഇപ്പൊ പറഞ്ഞ ചിലപ്പോ ക്രിഞ്ചായി പോകും. ഇല്ല കുഴപ്പമില്ല, അത് ക്രിഞ്ച് ആവണേ ഞാൻ കട്ട് ചെയ്തോളാം. പറഞ്ഞോ, കേക്കട്ടെ. ഇല്ല എനിക്ക് ഓർമ്മയില്ല. അല്ല, നമ്മള് ഇന്റർവ്യൂല് സംസാരിച്ച് വേറെ കാട് കയറി വേറെ എങ്ങോട്ടൊക്കെയോ പോയി. അപ്പൊ ഇതിന്റെ ഇടയില് സ്കിബ് പറഞ്ഞു സിനിമ പറഞ്ഞ് എണ്ണ തേക്കരുത്. കൊള്ളാം. ഓക്കെ, എന്താ വിളിക്കുന്നത്? ഞങ്ങള് സ്കിബിഡി. സ്കിബിഡി. അല്ല, എനിക്കറിയില്ല അതെന്താ അങ്ങനെ വിളിക്കുന്നത്. അതെന്ന് വെച്ചാ ഏറ്റവും യങ്ങസ്റ്റ് അവനാ. ആണ്, യങ്ങസ്റ്റ് ആണ്. കോളേജിൽ പഠിക്കാൻ പ്രായമുള്ളത് എനിക്ക് മാത്രമാണ്. ബാക്കി നല്ല പ്രായമുണ്ടെന്ന് 30s ഒക്കെ ആയല്ലോ. എങ്ങനെ അവൻ മാത്രം ഇത് ഇവിടെ മാത്രം അല്ല, എന്റെ തലയിലോട്ടോ. ഇതെല്ലാം അവിടെ വെച്ചത്. ബാക്കി എല്ലാവർക്കും പ്രായമുള്ളതുകൊണ്ട് നമ്മളങ്ങനെ ഓക്കെ, കൊള്ളാം. ഓക്കെ, ദ മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. ഭയങ്കര ഇറിറ്റേഷൻ, കേട്ട് ഞാൻ മടുത്തു. അത് ഏത് ക്വസ്റ്റ്യനാ? എക്സ്പീരിയൻസ് മറ്റേ തന്നെ ഏത്? കോണ്ടന്റ് ക്രിയേഷനിൽ നിന്നും സിനിമയിലേക്കുള്ള അത് ഒരെണ്ണം. മൊത്തത്തിൽ ഈ സിനിമേനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചതിൽ ഭയങ്കര
കേട്ട് മടുത്ത ഒരു ചോദ്യം, അല്ലെങ്കിൽ ഇറിറ്റേഷൻ വന്ന ഒരു ചോദ്യം? കോമൺ ആയിട്ട് എപ്പോഴും എക്സ്പീരിയൻസ് ജനറലി അത് ഇട്ട് എന്നിട്ട് നമ്മളോട് പറയാനുള്ള ഓ, രീതിയിൽ അത് നിങ്ങൾക്ക് മടുത്തുന്നത്. അത് വേഗ സാധനം അങ്ങ് പറയൂന്ന് പറഞ്ഞ ഒരുപാട് പേര് എന്താ പറയാ. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും ഇറിറ്റേഷൻ വന്ന ക്വസ്റ്റ്യൻ. അത് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ഒരാളെങ്കിലും പറഞ്ഞാൽ കൊള്ളാം. നിങ്ങൾ ഇന്ന് ഇന്റർവ്യൂ എടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് ഇന്റർവ്യൂവർ യു മെറ്റ്. ഓക്കെ, നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞു. എന്റെ പേര് ബിൽറ്റാന്നാ. ഇതൊക്കെ എപ്പോ പരിചയപ്പെട്ടെന്നല്ലേ? ഓക്കെ, സോ നമ്മളുടെ സെഗ്മെന്റ്സും കഴിഞ്ഞു. നിങ്ങളെല്ലാവരും നല്ല ചില്ലാണ്, ഇതുപോലെ ചില്ലായിട്ട് തന്നെ ഇരിക്കുക. അപ്പൊ പടക്കളം മൂവി നമ്മുടെ May 8 ഇറങ്ങാൻ പോവാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, പടക്കളം ഒരു ഫാന്റസി ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുമിച്ച് 2 മണിക്കൂർ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും സിനിമ. പിന്നെ ഒരു പുതിയ ഒരു കോൺസെപ്റ്റും കോണ്ടന്റും ആണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോണ്ടന്റാണ് സിനിമയിൽ പറയുന്നത്. അപ്പം അത് വർക്കാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മൾ അതിനനുസരിച്ച് ഹാർട്ട് ആൻഡ് സോൾ ഇട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയാം. താങ്ക് യു. എല്ലാവർക്കും അത് തന്നെയാണ്. മനുവിന്റെ ഫസ്റ്റ് പടമാണ്, നമ്മുടെ ഡയറക്ടർ മനുവിന്റെ ഫസ്റ്റ് പടമാണ്. അപ്പം ഭയങ്കര പ്രതീക്ഷയോടെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ എല്ലാവരും വന്ന് കണ്ടാൽ സന്തോഷം അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വെറൈറ്റി മൂവി തന്നെ ആവട്ടെ, നല്ല അടിപൊളി മൂവി ആവട്ടെ, എന്തായാലും ഹിറ്റ് അടിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിലർ ഇറങ്ങിയപ്പോഴേ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്താണ് ഈ മൂവിയിൽ പറയുന്നത്, എന്തായിരിക്കും ഈ മൂവി മൊത്തം എന്നുള്ളത് എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ തന്നെ ആവട്ടെ, നല്ല അടിപൊളി മൂവി ആവട്ടെ. അപ്പം താങ്ക് യു സോ മച്ച്.